നമസ്കാരം. ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറായിരുന്ന, തമിഴ് ജനത ഹൃദയത്തിലേറ്റിയ കറുത്ത ഗാന്ധിയെന്നും അറിയപ്പെട്ടിരുന്ന തികഞ്ഞ ഗാന്ധിയനായ കാമരാജ് കുമാരസ്വാമി നാടാർ 1903 ജൂലൈ 15 ജനിച്ചു. 12-ാം വയസ്സിൽ സ്കൂൾ വിട്ട് രാഷ്ട്രീയത്തിൽ ചേർന്നു. 1930-കളിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. മദ്രാസ് മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യമായി തമിഴ്നാട്ടിൽ ഉച്ചഭക്ഷണ പദ്ധതി, വിദ്യാഭ്യാസ പുരോഗതി എന്നിവ നടപ്പിലാക്കി. 1960-കളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വലിയ സ്വാധീനം ചെലുത്തി ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. രാജ്യം 1976-ൽ അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിച്ചു. തമിഴ്നാട്ടിലെ 9 വർഷത്തെ മുഖ്യമന്ത്രി കാലഘട്ടം ഭാരതത്തിന് മൊത്തം മാതൃക ആകത്തക്ക രീതിയിലുള്ള ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. വലിയ അണക്കെട്ടുകൾ, കനാലുകൾ, വ്യവസായശാലകൾ എന്നിവയെ അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടു. തമിഴ് ജനത ഈ മനുഷ്യനോളം വിശേഷണം ആർക്കും തന്നെ നൽകിയിട്ടില്ല. കാമരാജ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാലം. പ്രധാനമന്ത്രിയായ നെഹ്റു മധുരയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി കാമരാജിനൊപ്പം യാത്ര ചെയ്യുന്നു. കാമരാജിൻ്റെ ജന്മഗ്രാമമായ വിരുദപ്പെട്ടിയിലെത്തിയപ്പോൾ നെഹ്റു ചോദിച്ചു, "ഏതായാലും കുറച്ച് സമയമുണ്ട്, അങ്ങയുടെ അമ്മയെ ഒന്ന് കാണാം." "എൻ്റെ അമ്മയെ കാണാനാണോ അങ്ങ് പ്രധാനമന്ത്രിയായത്? എത്രയോ പേർ അങ്ങയെ കാണാൻ അവരുടെ പരാതികളുമായി യോഗസ്ഥലത്ത് കാത്തു നിൽക്കുകയല്ലേ?" കാമരാജ് തിരിച്ചു ചോദിച്ചു. "അത് സാരമില്ല, ഒന്ന് വീട്ടിൽ കയറിപ്പോകാം." നെഹ്റു പ്രതികരിച്ചു. കാർ ഗ്രാമത്തിലേക്ക് തിരിഞ്ഞു. സൂര്യൻ കത്തി നിൽക്കുന്ന വരണ്ട ഗ്രാമം. അങ്ങനെയുള്ള ഒരു വയലിന് സമീപം കാമരാജ് കാർ നിർത്തിച്ചു. നട്ടുച്ച സമയം. പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീകളെ നോക്കി "അമ്മ" എന്ന് വിളിച്ചു. ആ വെയിലത്ത് നിന്ന് 80 വയസ്സ് പിന്നിട്ട ഒരു വൃദ്ധ റോഡിലേക്ക് വന്നപ്പോൾ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അമ്മ പാടത്ത് വെയിലേറ്റ് പണിയെടുക്കുന്നു എന്നതിൽ പ്രധാനമന്ത്രി നടുങ്ങിപ്പോയി എന്നതാണ് സത്യം. 1975-ലായിരുന്നു കാമരാജിൻ്റെ മരണം. തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ മരണശേഷം തികച്ചും തനിച്ചായിരുന്ന അവിവാഹിതനായ കാമരാജിൻ്റെ ജീവിതം നിരന്തരം യാത്രയിലായിരുന്നതിനാൽ എവിടെ രാത്രിയിൽ എത്തുന്നുവോ അവിടെയായിരുന്നു ഭക്ഷണവും ഉറക്കവും താമസവും. ഉറക്കത്തിലായിരുന്നു ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടത്. എല്ലാവിധ ദേശീയ ബഹുമതികളോടെയും കൂടി ആ മൃതദേഹവും യഥോചിതം സംസ്കരിക്കപ്പെട്ടു. കാമരാജിൻ്റെ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് കണക്കെടുക്കാനും ഏതെങ്കിലും ബന്ധുക്കളുണ്ടെങ്കിൽ അത് കൃത്യമായി അവർക്ക് കൈമാറാനും അന്നത്തെ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. ജനമനസ്സിൽ ഇടം നേടിയ ഇദ്ദേഹത്തിൻ്റെ വസ്തുവകളെപ്പറ്റി ഇനിയൊരു കോലാഹലം ഉണ്ടാകാൻ പാടില്ല എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അത്. എന്നാൽ സ്വത്തിൻ്റെ കണക്കെടുക്കാൻ വന്ന മുനിസിപ്പൽ അധികൃതർ വാസ്തവത്തിൽ ഞെട്ടി. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണശേഷം ആകെ ഉണ്ടായിരുന്ന കുറച്ച് നെൽവയലുകൾ പാർട്ടി പ്രവർത്തനത്തിനായി വിറ്റിരുന്നു. ഉപയോഗിച്ചിരുന്ന അംബാസഡർ കാർ പാർട്ടിയുടെ വകയായിരുന്നു. സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാതിരുന്ന ഈ ഗാന്ധിയൻ്റെ വകയായി അവിടെ നിന്ന് കിട്ടിയത് കുറച്ച് ഡ്രസ്സുകളും പുസ്തകങ്ങളും മണ്ണെണ്ണ സ്റ്റൗവും പാചകത്തിന് ഉപയോഗിച്ച കുറച്ച് പാത്രങ്ങളും മാത്രമായിരുന്നു. ഉണ്ടായിരുന്ന ഒരു പേഴ്സിൽ നിന്ന് ആകെ കിട്ടിയത് 190 രൂപയുമായിരുന്നു. മഹാത്മാഗാന്ധി മണ്ഡപം പോലെ തന്നെ കാമരാജിൻ്റെ ചിതാഭസ്മം കടലിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് മുമ്പ് പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വെച്ച സ്ഥലമാണ് കന്യാകുമാരിയിലെ കാമരാജ് സ്മൃതി മണ്ഡപം. ജയ് ഹിന്ദ്.